ശ്രീ അബിൻ വർക്കി, രാഹുൽ ഗാന്ധി തുറന്നുവിട്ട ഭൂതം ഇപ്പോ പല മണ്ഡലങ്ങളിലെയും സത്യം വെളിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സ്വാഭാവികമല്ലേ? ഇതിനെന്താണ് കുഴപ്പമെന്നാണ് BJP ചോദിക്കുന്നത്. അല്ല, അതായത് അഭിലാഷ, ഇത് കേവലം സുരേഷ് ഗോപിയുടെ കുടുംബത്തെ മാത്രം പറ്റി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല, അതും ചർച്ച ചെയ്യണം. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ശ്യാംരാജ് പറഞ്ഞതുപോലെയല്ല, വയനാടിനെ അദ്ദേഹം ഉദാഹരിച്ചത് അത് ശ്രീ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും മണ്ഡലമായതുകൊണ്ടാണ്. ശ്രീ ശ്യാംരാജ്, ഈ വയനാടിനെ ഉദാഹരിക്കുമ്പോൾ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കൊല്ലം 2024 തെരഞ്ഞെടുപ്പിൽ വയനാടിൽ പുതിയതായി വന്ന വോട്ടർമാരുടെ എണ്ണം 1,02,000 പക്ഷേ 2019 വയനാട്ടിൽ പുതിയതായി വന്ന വോട്ടർമാരുടെ എണ്ണം 1,10,000 അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് തൃശ്ശൂരിൻ്റെ ഒരു കണക്കെടുക്കാം. തൃശ്ശൂരിൽ സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ പുതിയ വോട്ടർമാർ വരുന്നത് 2024 അതായത് മറ്റൊരു കാലഘട്ടത്തിലും മറ്റൊരു നിയോജക മണ്ഡലത്തിലും ഇത്രയധികം വോട്ടർമാരെ ആഡ് ചെയ്തിട്ടില്ല. തൃശ്ശൂരിൽ 2024 അത് സംഭവിച്ചു. 1,46,000 പുതിയ വോട്ടുകളാണ് അവിടെ വന്നത്. പക്ഷെ 2019 എത്രയായിരുന്നു അവിടെ പുതിയ വോട്ടർമാരുടെ എണ്ണം എന്നറിയോ? 61,000 എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി അവിടെ മത്സരിക്കുന്നുണ്ട് എന്നറിഞ്ഞ് ഈ നാട്ടിലുള്ള ആളുകളൊക്കെ വണ്ടിയും പിടിച്ച് 6 മാസം മുമ്പേ കിട്ടാവുന്ന ഫ്ലാറ്റുകളൊക്കെ അവിടെ എടുത്ത് വാടകയ്ക്ക് എടുത്ത് അവിടെ വന്ന് താമസിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത് പിന്നീട് അവർ സ്വന്തം വീട്ടിൽ പോയി താമസിച്ചു എന്നുള്ളതാണ് BJPയുടെ ഇപ്പോഴത്തെ വാദഗതി. ആ വാദഗതി തന്നെ നിരർത്ഥകമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം അപ്പോൾ അന്ന് തന്നെ നമ്മൾ പരാതി കൊടുക്കാവുന്നിടത്ത് മുഴുവൻ പരാതി കൊടുത്തു. ഇപ്പോൾ ഈ 11 വോട്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇതെങ്ങനെ എപ്പോഴാണ് ഈ 11 വോട്ടുകൾ വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് കരട് വോട്ടർ പട്ടികയിൽ ആ 11 പേരുകൾ ഇല്ലായിരുന്നു. പക്ഷേ അന്തിമ വോട്ടർ പട്ടിക വന്നപ്പോഴാണ് ഈ 11 പേരുകൾ വന്നത്. അപ്പോൾ അന്തിമ വോട്ടർ പട്ടിക വന്നു കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഇത് വെരിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളാണ്. ഇപ്പോൾ നമുക്കറിയാം, ശ്രീ രാഹുൽ ഗാന്ധി തന്നെ ഇത് വെരിഫൈ ചെയ്യാനെടുത്ത സമയത്തിൻ്റെ വലിയ ഒരു വ്യാപ്തി എത്രയാണെന്നുള്ളത് അറിയാം. ഇത് വെരിഫൈ ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. ഇപ്പോൾ ഇവർ പറഞ്ഞതുപോലെ 45 ദിവസം കൊണ്ടോ നമുക്ക് കേവല ദിവസങ്ങൾ കൊണ്ട് വെരിഫൈ ചെയ്യാം. എങ്ങനെ വെരിഫൈ ചെയ്യാം? രാഹുൽ ഗാന്ധി അതിനാണ് ആവശ്യപ്പെട്ടത്, നിങ്ങളുടെ കയ്യിലുള്ള ആ ഡിജിറ്റൽ വോട്ടർ പട്ടിക ഒന്ന് കൈമാറിയാൽ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ ഇത് ഏതാനും ദിവസങ്ങൾ കൊണ്ട് നമുക്ക് വെരിഫൈ ചെയ്യാം. ഈ ഇന്ത്യ രാജ്യത്ത് എത്ര ഡബിൾ വോട്ടിംഗ് ഉണ്ടെന്നും എത്ര അച്ഛൻ്റെ പേരിൽ ABCDEFG ഉണ്ട് എന്നുള്ളതും എത്ര വീട്ടുപേര് പൂജ്യമാക്കി കിടക്കുന്നുണ്ടെന്നുള്ളതും എത്ര ഒറ്റമുറി വീട്ടിൽ 100-120 പേര് താമസിക്കുന്നുണ്ട് എന്നുള്ളതുമൊക്കെ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ നിസ്സാരമായി കണ്ടെത്താം എന്ന് പറഞ്ഞപ്പോൾ അത് കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നാൽ എനിക്ക് ഡിജിറ്റൽ വോട്ടർ പട്ടിക തരണ്ട, മറിച്ച് എനിക്കൊരു മെഷീൻ റീഡബിൾ ഫോർമാറ്റിലുള്ള വോട്ടർ പട്ടികയുടെ പ്രിന്റ് തന്നാൽ മതി എന്ന് പറഞ്ഞു. അതും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു കാരണവശാലും സ്കാൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തെളിമയും ഇല്ലാത്ത ഒരു വോട്ടർ പട്ടികയുടെ കോപ്പി കൊടുത്തു. ആ വോട്ടർ പട്ടികയുടെ കോപ്പി 6 മാസം 40 പേരിരുന്ന് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് മഹാദേവപുര എന്ന ഒറ്റ പാർലമെന്റ് മണ്ഡലത്തിലെ അസംബ്ലിയിലെ 1,00,000 വ്യാജ വോട്ടർമാരെ അദ്ദേഹം കണ്ടെത്തുന്നത്. ഇനി എങ്ങനെയാണ് ഡബിൾ വോട്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തെളിയിക്കേണ്ടത് എങ്ങനെയാണ്? അത് തെളിയിക്കേണ്ടത് അന്നേ ദിവസം പോളിംഗ് സ്റ്റേഷനിലെ CCTV ഫുട്ടേജുകൾ പരിശോധിച്ചുകൊണ്ടാണ്. CCTV ഫുട്ടേജുകൾ ഇല്ല അഭിലാഷ്, എങ്ങനെയാണ് ഇല്ലാതാക്കിയത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ദുരൂഹത. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കൂ, 2024 ഒക്ടോബർ മാസത്തിൽ ഹരിയാന, പഞ്ചാബ് ഹൈക്കോടതികളുടെ ഒരു വിധി ഉണ്ടായിരുന്നു. ആ വിധിയിൽ പറഞ്ഞിരുന്നത് അവിടുത്തെ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ CCTV ഫുട്ടേജുകളും നിങ്ങൾ സ്റ്റോർ ചെയ്ത് 3 വർഷം സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുള്ളതായിരുന്നു. 3 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും തിരഞ്ഞെടുപ്പ് കേസ് വന്നാൽ ഈ CCTV ഫുട്ടേജുകൾ പ്രസന്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു. പക്ഷേ 2024 ഡിസംബർ മാസത്തിൽ ഈ വിധി വന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ ഈ നിയമം തന്നെ, കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസ് 961 എന്ന നിയമം തന്നെ അമെൻഡ് ചെയ്തുകൊണ്ട് ഒരു കാരണവശാലും CCTV ഫുട്ടേജുകൾ ഇത്ര കാലം സ്റ്റോർ ചെയ്ത് വെക്കണ്ട എന്നും 45 ദിവസം കഴിയുമ്പോൾ നശിപ്പിച്ചു കളയാനും തീരുമാനമെടുത്തു. അപ്പോൾ എങ്ങനെയാണ് പിന്നെ നമ്മൾ ശകുൻ റാണി ആയിക്കൊള്ളട്ടെ, മറ്റാരായിക്കൊള്ളട്ടെ, സുഭാഷ് ഗോപി ആയിക്കൊള്ളട്ടെ, മറ്റാരായിക്കൊള്ളട്ടെ, ഡബിൾ വോട്ട് ഒരു സ്ഥലത്ത് ചെയ്തോ ഇല്ലയോ എന്ന് ആധികാരികമായി തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ആ CCTV ഫുട്ടേജുകളും ഇല്ലല്ലോ. അപ്പോൾ അവിടെയാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ BJPക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നു എന്ന് നമ്മൾ സംശയിക്കുന്നതിന്റെ കാരണം. ഇനി അത് മാത്രമല്ല, ഈ BJPയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ടാർഗറ്റഡ് A, B മണ്ഡലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ടാർഗറ്റ് ചെയ്ത ഒരു മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു തൃശ്ശൂർ. ആ തൃശ്ശൂരിൽ തന്നെ എറണാകുളം ജില്ലയിൽ നിന്ന്, ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വ്യാപകമായി RSS കേഡർമാരെ അവിടെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വോട്ടുകൾ ചേർത്തി. ഒറ്റക്കാരോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എങ്ങനെയാണ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത്? ഇപ്പോൾ അഭിലാഷിന്റെ പേരാണ്
വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത്. അഭിലാഷ് ശോഭ പ്ലാസ അല്ലെങ്കിൽ ശോഭ സിറ്റി തൃശ്ശൂർ എന്ന അഡ്രസ്സിൽ ഒരു പോസ്റ്റ് കാർഡ് അയച്ചാൽ മതി. ആ പോസ്റ്റ് കാർഡാണ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ആയി ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് ആ സമയത്ത് കണ്ടെത്താൻ സാധിക്കില്ലായിരുന്നോ എന്ന് BJP കാരൻ ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട അഭിലാഷ്, ഇപ്പോൾ താങ്കൾ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന വ്യക്തി ആയിരിക്കാം. ആ ഫ്ലാറ്റിൽ താമസിക്കുന്ന തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിൽ ആരാണ് താമസിക്കുന്നതെന്ന് താങ്കൾക്ക് പോലും അറിയില്ലാത്ത ഒരു കാലാവസ്ഥയിലാണ് അർബൻ മണ്ഡലങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി അതുമാത്രമല്ല, ഇനി താങ്കൾ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ വന്ന് എനിക്കിതൊന്ന് വെരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്ലാറ്റിന്റെ അസോസിയേഷനോ സെക്യൂരിറ്റി ആ കോൺഗ്രസ് പ്രവർത്തകനെ അകത്തേട്ട് പോലും കയറ്റിവിടില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഡിജിറ്റൽ വോട്ടർ പട്ടിക ആവശ്യപ്പെട്ടതും ഇതുപോലുള്ള രേഖകൾ ആവശ്യപ്പെട്ടതും. അതൊന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ, ഇതൊന്നും കൊടുക്കാതെ തന്നെ ഉത്തരം പറയാതെ നിൽക്കുന്ന ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനത്തിൽ നിന്ന് വ്യക്തമാണ് ഇത് BJPയും ഇലക്ഷൻ കമ്മീഷനും ചേർന്ന് ഈ രാജ്യത്തെ വോട്ടിങ്ങും തിരഞ്ഞെടുപ്പും അട്ടിമറിച്ച് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചതാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്.